ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കളിക്കുന്നത് പ്രിസൺ എന്ന് പറയുന്നൊരു ഗെയിമാണ്, അല്ല ക്രിമിനൽ ടൈക്കൺ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം ഞാൻ നേരത്തെ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. എനിക്ക് കുറച്ച് പൈസ വേണം. പൈസ ഒപ്പിച്ചിട്ട് ഇതാക്കണം, ഇത് ഫുൾ അപ്ഗ്രേഡ് ചെയ്യണം, പറ്റുകയാണെങ്കിൽ റീബർത്ത് ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ട് എങ്ങോട്ട് ആരിലെ വീട്ടിലേക്ക് പോയിട്ട് മോഷ്ടിക്കാൻ നോക്കാം. അപ്പോൾ ഇതെടുക്കാം. ഈ ഹെലികോപ്റ്റർ ഓണാക്കുന്ന കുറച്ച് പണിയാണ്. ആ സൈഡിലേക്ക് ഓണായി. ഇത് പറപ്പിക്കണം. അയ്യോ, ഇതാരത് കയറുന്നത്? ആരത്? ഒന്നിറക്കി നോക്കാം. എല്ലാവരും മോഷ്ടിക്കാമെന്നതായിരിക്കും. നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചളഞ്ഞേക്കാം. അതാണ് നല്ലത്. അല്ലാണ്ട് അയ്യോ, ആദ്യം നമുക്കിത് ഇങ്ങനെ കൊല്ലാം. എന്നിട്ട് ചാവ് ഇത് അപ്പച്ചത്തു. ഞാൻ ചത്തു. അവനെ കൊല്ലാൻ പോയി, ഞാൻ ചത്തു. ഇനിയിപ്പം പോയിട്ടുണ്ടാവും. പോയില്ലെങ്കിൽ പിന്നെയും ചെന്ന് ചാവാൻ എന്നെയും കൊണ്ടൊക്കെ വയ്യ. പോയി. നമുക്ക് ഹെലികോപ്റ്റർ എടുത്ത് ആരെയിലെ വീട്ടിലേക്കല്ല. ഓണാവാൻ മാങ്ങാത്തോലി. ഓണാവ്. നമുക്ക് എടുക്കാം. അവിടെ തന്നെ ലോക്കാവേണ്ട സമയം ഭ്രാന്തരുണ്ട്. അവിടെ ഇനി ലോക്കാക്കാൻ ഞങ്ങളുടെ വയ്യ. സാധനം ഓണാക്കാനും പറത്താനും കുറച്ച് പാടാം. അതിൻ്റെ വീടാ. നമുക്ക് ഇവിടെ തന്നെ ആരെങ്കിലും കൊള്ളാലോ. നമുക്കാദ്യം ഇവിടെ ബങ്കറുണ്ടോ നോക്കാം. ബങ്കറാകുമ്പോൾ ഈസിയാണ്. ലാൻഡ് ചെയ്തിട്ട് തരാം. കണ്ടോ, ഓടിക്കാൻ നല്ല പാടാ. അവിടെ ഇവിടെ കഷ്ടന്നിരിക്കും. അമ്മമാരെ കൊണ്ട് ഒരു സാധനങ്ങളുണ്ടാക്കി പൊട്ടിക്കാൻ പറ്റും. നോക്കിയാലോ, അങ്ങനെ ചെന്ന് വെടി വെച്ചാലോ? വേണ്ട, അല്ലെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ വെടി വെക്കളല്ലോ. ഒരു ബോംബ് അങ്ങോട്ട് വെക്കാം. പൈസ വെക്കാൻ പറ്റുള്ളേ. എന്ത് കൂൾ ഡൗണാണ്. ആരും വന്നുണ്ട്. അയാൾ തുറന്നതിന് നമുക്ക് അയാളുടെ ആളായി മാതിരി കയറി മോഷ്ടിക്കാം. അവർക്ക് അങ്ങനെ തന്നെ. മച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? കൊള്ളാല. ബ്രദർ, നിങ്ങളുണ്ടോ? അതെന്തത്? ലേസർ ഉണ്ടായിരുന്നോ? നമുക്ക് പൈസ എടുക്കാം. പൈസ എടുത്തിട്ട് പൈസയുടെ ആവശ്യമുണ്ട്. പൈസ ഒപ്പിക്കണം. 83,000 നമുക്കെന്നാ ഇനി കാറിന് പോവാം. കാറ് ഏതൊരെണ്ണം മേടിച്ചിരുന്നില്ല. അതെവിടെ? ഇതെല്ലാം ഉണ്ടൊന്നുമില്ല. ഇതന്നെ ഇത് തീർക്കണം. പോവാം. നമ്മളിത്തിരി ലോക്കൽ ക്രിമിനലാണ്. ഇങ്ങനെ ഭയങ്കര ഇതൊന്നുമല്ല. ഓടിക്കാൻ നല്ല പാടാണ്. അതിനൊക്കത്തെ സ്പീഡായതുകൊണ്ട് സ്പീഡാണ്. നല്ല ഡ്രിഫ്റ്റിങ്ങാണ്. ഇവിടുത്തെ വീടുകൾ ഈ പുതിയതായിട്ട് തുടങ്ങുന്നവരുടെ വീടിന് ചുറ്റും ഈ ഒരുമാതിരി ഈ സാധനം ഉണ്ടാവും, പ്രൊട്ടക്ഷൻ മാതിരി. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ പ്ലേയേഴ്സൊക്കെ ചത്തു. അയാൾ മാത്രമല്ല. നമുക്കിനിപ്പോൾ അവരൊരു എന്തോ ഇത് ബാക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ പോകും. എന്നിട്ടല്ലേ ബാക്ക്
ATM കൂടി മോഷ്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം അയാളുടെ തലയിലേക്ക് വന്നോളൂ. ഞാൻ തെളിവും പറയും, അത്രേ ഉള്ളൂ. വേഗാവും, ഇപ്പോൾ പോലീസ് വരുമോ? ഇവിടെ ക്യാമറയൊന്നുമില്ല, ഒരു പൊട്ട കടയാണ്, വെളിവില്ലാത്ത ചെറുക്കനാ, മൊത്തം പൈസ എടുക്കണം. നെക്കി പിടിക്കണമല്ലേ, നെക്കി പിടിച്ചാൽ ആളെ കിട്ടുള്ളൂ. മറന്നുപോയി, കുറേ നാളായി കളിച്ചിട്ട്. ഇതിൽ ഒരാളായിട്ട് മേഡം അങ്ങോട്ട് കുഞ്ഞിരുന്നോ? അങ്ങോട്ട് പൈസ എടുത്ത് ഞാൻ പൈസ എടുത്ത് പോയിക്കോളാം, ഒന്നും ചെയ്യില്ല. പൈസ എടുത്ത് പോയിക്കോളാം. പറയാനില്ല, എന്താണ് ഒരു നല്ല സാധനം മേടിച്ച് വെച്ചിട്ട് ജാമായതൊക്കെ. ഇത് തുറയാണ്, നമുക്ക് ഇതും കൊണ്ട് പോകാം. എല്ലാം എടുക്കട്ടെ, ഒരെണ്ണം കൂടി എടുക്കാം. മൊത്തം എടുത്ത്. അയ്യോ, പോലീസ് ഭാഗ്യം, രക്ഷപ്പെട്ട്. ഞാൻ വിചാരിച്ചപ്പോഴത്തെ ഈ ഫ്ലാഗ് കൂടി ഒന്ന് പൊക്കിയിട്ട് അടുത്ത അവൻ്റെ പമ്പ് കൂടി മോഷ്ടിക്കാം. അവനൊക്കെ ഭയങ്കര റിച്ചായി, പഴയ കൂട്ടുകാരനെ. നമ്മൾ മാത്രം ഇങ്ങനെ ഊളാ. പൊങ്ങ് പൊങ്ങിയില്ലേ? പോവാമോ? പോയാലോ? ഇല്ലേ, കയറില്ലേ? കയറില്ല. കയറ്, വേഗം കയറ്. മേളോട്ടേക്ക് പോയിട്ടെങ്കിൽ വേറെ പണിയുള്ളതാണ്. കയറിയാ? കയറി വാ. നമുക്കിനി മറ്റേ പെട്രോൾ പമ്പ് ലൊക്കേഷൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റിൽ കൂടെ പെട്ടെന്ന് റൈറ്റിൽ കണ്ടാണ്. നമുക്ക് ഇവിടെ വണ്ടി എടുത്തേക്കാം. പെട്രോൾ അടിക്കാൻ വന്നിട്ട് സാധനം മേടിക്കാൻ പോയാൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും. മെഹബൂബ കളക്ഷൻസിലേ? കളവാ, വീട്ടിൽ പോടോ. എല്ലാവരും കുനിഞ്ഞിരുന്നോ, ഇടി കിട്ടുമില്ലെങ്കിൽ. മറ്റെണ്ണം അതിനെ റീച്ചൊക്കെ ഞാനാണ്. ഇടി പൊട്ടുവേ. നമ്മൾ പോലീസിനെ ആരുടെ പോലീസിനെ വിളിച്ചാണ്? ഈ ബമ്മാരി കൊണ്ട് എൻ്റെ കടയിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നു. വേഗം പോട്ടെ. വഴി എവിടെ? ഇവിടെയല്ലേ വഴി. നമുക്ക് വണ്ടി എടുത്തൊന്ന് ഫ്രണ്ടിലേക്ക് നമുക്കൊന്ന് രക്ഷപ്പെട്ടിട്ട് ഒന്നുകൂടി പോലീസ് കിടന്ന് വണ്ടി നമുക്ക് തിരിച്ചു പോവാം. ഈ പെട്രോൾ പമ്പിൽ ഇത് വെടിവെച്ച പൊട്ടും. നോക്കിയാലോ, നമുക്ക് അങ്ങോട്ടൊന്ന് വെടിവെച്ചാൽ പൊട്ടിയ കൊള്ളാണ്ട് പൊട്ടും. ഇത് പൊട്ടിയാൽ മറ്റേത് പൊട്ടണ്ടേ? അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കല്. അത് പൊട്ടിയിട്ടില്ല. ഇതന്നെ പിന്നെ പെട്ടെന്ന് പോയി. അതോ ഇവിടെ നിന്നല്ലേ പിടിച്ചു. അടുത്തൊന്നും പോയില്ലല്ലോ. പിന്നെന്താ പറഞ്ഞു? നമുക്ക് പൈസ ആവശ്യത്തിനുള്ളതായി. നമുക്കെന്നാൽ പിന്നെ ഗ്യാരേജിൻ്റെ പണി ഇങ്ങനെ തീർത്തേക്കാം. അല്ല, ഗ്യാരേജിൻ്റെ പണി തീർത്തേക്കാം. തുടങ്ങിയിട്ടില്ലേ, പിന്നെ എങ്ങനെ തീർക്കണേ? മൊത്തം എല്ലാം പണി തീർക്കും. നമ്മളിപ്പോൾ നല്ല റിച്ചല്ല, ഭയങ്കര ടോപ്പ് റിച്ചൊന്നുമല്ല. ഇവിടെ കുറേ റിച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്, പ്രോ പ്ലേയേഴ്സൊക്കെ. നമ്മൾ അത്രയൊന്നുമല്ല, എന്നാലും ആവശ്യത്തിന് പണമൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു സങ്കടമുള്ളൂ. റീബർത്ത് ചെയ്യുമ്പോൾ ഇതൊക്കെ പോവും. പിന്നെ ആദ്യം തുടങ്ങി പണം തീർക്കാം. എനിക്കതുകൊണ്ട് ഈ റീബർത്ത് ഇഷ്ടമല്ല. ഈ റീബർത്തിനെ കൊണ്ടുള്ള പ്രശ്നം ഇതാ, കണ്ണുടിക്കലല്ലേ ലൈറ്റ് ഉണ്ടാക്കുക. ഇപ്പം കണ്ണുടിക്കുക. ഇവിടെയും കൂടി കഴിഞ്ഞില്ലേ? എല്ലാം തീർന്നു. തീർന്നെന്ന് തോന്നുന്നു. തീർന്നു കഴിഞ്ഞില്ലേ? തീർന്നു. ഇവിടെ അതെ, അവിടെ ഒരു പോസ്റ്റ് വെക്കാണ്ടല്ലേ? ഇത് വെക്കാൻ പറ്റും? ഇല്ലല്ലേ? അടുത്ത റീബർത്ത്.
വന്ന് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ടേ നമുക്ക് വേറെ എന്തെങ്കിലും പണിയാനുണ്ടോ? ആവശ്യത്തിനുള്ള പൈസ ഇപ്പം ഉണ്ടേ. നമുക്ക് ആ റോഡ് ഫുള്ളാക്കാം. ഇത് ഇവിടെ പണിതല്ലേ, എന്നാൽ പിന്നെ ഇതും കൂടി ഇങ്ങനെ തീർക്കുക. എന്തിനാ പകുതി വെച്ചിട്ടൊന്നും പോണേ? വേഗം ഈ പണിക്കാർ പെട്ടെന്ന് ഉണ്ടാക്കില്ല, സ്പീഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് ആ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. വാൾ പോസ്റ്റേഴ്സ്, അതന്നെ, അത്രേ ഉള്ളൂ. ഈ ഡെയിലി സാമാനങ്ങൾ കൊണ്ടൊന്ന് ചെയ്യണം. ഇതൊക്കെ എന്തിനാ? ആരും ഇവിടെ വെടി വെച്ച് കളിക്കാൻ പോയി. അങ്ങനെ പുറത്തേക്ക് പോകാനും പറ്റിയില്ല. ഇതാത്ത കൂടി വെച്ച് നോക്കുകയാണ് വിൻഡോസ്. ഇതും വെക്ക് വിൻഡോ. നമുക്കിനി പോവാം. ആ റോഡ് ഫുള്ളാക്കാം. റോഡ് ഈ സൈഡിലേയും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ളായി. ഇനി ബാക്കി വീടിൻ്റെ മേളിൽ അവിടെ എങ്ങാണ്ടൊക്കെയാണ്. പിന്നെ ആ സൈഡിൽ കുറേ പോസ്റ്റുമായിട്ടുള്ള സാധനങ്ങൾ, റൂഫ്, സെക്യൂരിറ്റി ലാമ്പ്, സ്ട്രീറ്റ് ലാമ്പ്, സെക്യൂരിറ്റി ലാമ്പ് എന്താണെന്നും കൂടി പറഞ്ഞുകൂടാ. എന്നല്ല, സെക്യൂരിറ്റി ലാമ്പ് എന്താണെന്നറിയാം, പക്ഷേ ഈ സ്ട്രീറ്റ് ലാമ്പും അല്ല, ഈ സെക്യൂരിറ്റി ലാമ്പ് എന്താ എന്തിലാവട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.